സാർ ഇപ്പോൾ പറഞ്ഞ പോലെ യൂത്തിൽ കനബീസ് സേഫ് ആയിരിക്കാം. ഫ്രം എ ക്ലിനിക്കൽ പോയിന്റ് ഓഫ് വ്യൂ കനബീസ് സേഫ് ആണോ ഓർ ഇസ് ഇറ്റ് ഹാംഫുൾ? നമുക്ക് എല്ലാത്തിനും ഒരു എന്താ പറയുക സേഫ്റ്റി ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ആൽക്കഹോളിൻ്റെ ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആയാലും പാരസെറ്റമോൾ ആയാലും എല്ലാത്തിനും ഒരു ഇതുണ്ട്. പക്ഷേ ഇതിൽ ആര് അഡിക്റ്റ് ആകും എന്നുള്ളൊരു കാര്യം നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ആരാണ് അഡിക്റ്റഡ് ആവാൻ പോണേന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ ഒരു വലിയ റിസ്ക് ഫാക്ടർ ഉണ്ട്. പിന്നെ നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് പേഴ്സ്പെക്റ്റീവിൽ പറയുമ്പോൾ എല്ലാവരും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് ഒരു സൈക്കോ സോഷ്യൽ ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് ഞാൻ, ഫാമിലി ഹിസ്റ്ററി ഓഫ് അഡിക്ഷൻ ഉള്ള ആളാണെങ്കിൽ ഐ എം മോർ ടു ഇറ്റ്. 50% റിസ്ക് ഉണ്ട്. ഇപ്പം എൻ്റെ ഫാദർ ആൽക്കഹോളിക് ആണെങ്കിൽ ഐ എം 6 to 7 times മോർ റിസ്ക് ഓഫ് ഹാവിങ് ആൽക്കഹോളിക് അഡിക്ഷൻ. അപ്പോൾ ആരാണ് ഇതിലേക്ക് പ്രവേശിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഉള്ളത് കൊണ്ട് ഇത് തുടങ്ങണോ വേണ്ടയോ? കാരണം ഈ ലഹരിക്ക് പകരം നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള മറ്റു ലഹരി ഉള്ള ഏരിയ ഉണ്ടല്ലോ. ഇപ്പോൾ പൂരം ലഹരിയാക്കണം എന്നൊക്കെ പറയണ പോലെ നമുക്ക് പ്രൊഡക്റ്റീവ് സേഫ് ആയിട്ടുള്ള അവൈലബിൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കായിരിക്കും ഫോക്കസ് നല്ലത്. ഓക്കെ.